ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ? അപ്പോൾ എല്ലാ ദിവസത്തെയും വീടും വീട്ടുവിശേഷങ്ങളൊക്കെ കാണിച്ചിട്ട് നിങ്ങളെ ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഞാൻ കുറച്ച് പച്ചപ്പും ഹരിതാഭയൊക്കെ കാണിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഈ കാണിച്ച മരമില്ലേ, റംബുട്ടാന്റെ മരമാണ് കേട്ടോ. അപ്പം അത് നമ്മളിപ്പോൾ നന്നായിട്ട് അത് പൂത്തിരിക്കുകയാണ്. പക്ഷെ ഇപ്പം അതിന്റെ സീസൺ പൂക്കുന്നതാണ്. നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വന്നതിന് ശേഷമാണ് കേട്ടോ അത് കായ്ച്ചു തുടങ്ങുന്നത്. ഇന്നേ വരെയൊക്കെ അതിൽ നിന്ന് ഒരു കാ പോലും ഞാൻ കഴിച്ചിട്ടേ ഇല്ല. അപ്പം അച്ഛൻ അങ്ങനെ പറമ്പിലോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം മക്കൾക്ക് ചീനി വേണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. പിന്നെ ഞങ്ങളുടെ കൊല്ലം ജില്ലയുടെ ഭാഷ പറഞ്ഞ് ഞങ്ങൾ അയ്യം എന്ന് പറയും, പറമ്പ് നിന്നല്ല കേട്ടോ ഞങ്ങൾ പറയുന്നത്. അപ്പം ഞാൻ വന്നപ്പോഴേക്ക് അച്ഛൻ ചീനി എടുത്തു. പിന്നെ ദേ ഇത് കണ്ടോ, നമ്മുടെ അത്ര ഹൈറ്റിൽ നിൽക്കുന്ന ചീര. ഞാനത് കണ്ടിട്ട് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു കേട്ടോ, ഇത്രയൊക്കെ ഹൈറ്റ് വെക്കുമോ ചീരയ്ക്കെന്ന്. അപ്പം അച്ഛൻ പറയണ അമ്മയൊന്നും ഒക്കെ അങ്ങനെ വരുന്നില്ല, അതുകൊണ്ടാണ് ഈ ചീരയൊക്കെ ഇങ്ങനെ നിന്ന് പോകുന്നതെന്ന്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഇഷ്ടംപോലെ ചീര നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം അമ്മ അതങ്ങ് മുറിച്ചിട്ടങ്ങ് തോരൻ വെക്കും, ഇതിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ. പിന്നെ ഇപ്പം അമ്മ അങ്ങനെ ഈ അയ്യത്തോട്ടൊന്നും വരുന്നുമില്ല. കാരണം നമ്മുടെ നാട്ടിലെ പന്നി ശല്യം ഭയങ്കര രൂക്ഷമാണ് കേട്ടോ. അവിടെ പന്നികളെയും കൊണ്ട് നമുക്കവിടെ ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥ വരെ എത്തിയിട്ടുണ്ട്. അപ്പം അച്ഛൻ അങ്ങനെ അതെനിക്ക് മുറിച്ച് തന്നതാണ് കേട്ടോ. അപ്പം പിന്നെ അതുകൊണ്ട് ഈ ചീര അങ്ങനെ അച്ഛന് മുറിക്കലില്ല. പിന്നെ പാവലും പയറും കോവയ്ക്കൊക്കെ ഉള്ളത് അച്ഛൻ പറിച്ചിട്ട് വീട്ടിൽ കൊണ്ട് കൊടുക്കും കേട്ടോ. പിന്നെ ഞങ്ങളുടെ കൊല്ലം ജില്ലയുടെ ഫേമസ് ആണ് പറങ്കാവ്. അച്ഛൻ അങ്ങനെ ഈ അയ്യത്ത് 2-3 അങ്ങനെ വാങ്ങി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മറ്റേ ആഫ്രിക്കൻ പറങ്കാവ് എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ. അമ്മ നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് പച്ച കശുവണ്ടി വെച്ചിട്ട് തീയലും തോരനും അവിയലൊക്കെ ഉണ്ടാക്കും കേട്ടോ. എന്ത് ടേസ്റ്റാണെന്നറിയോ അതിന്. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാട്ടോ. നിങ്ങളുടെ നാട്ടിലേക്ക് ഇതിങ്ങനെ പച്ച കശുവണ്ടി വെച്ചിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കും കേട്ടോ. അപ്പം ഇത് പക്ഷേ ഉണ്ടല്ലോ, ഇത് ആഫ്രിക്കൻ പറങ്കാവ് ആയതുകൊണ്ട് ഇതിൻ്റെ ആ കശുവണ്ടി എന്ന് പറയുന്നത് ഭയങ്കര ചെറുതാണ് കേട്ടോ. അമ്മ കുറേ നേരം ഇരുന്ന് കീറി എടുക്കുമ്പോഴാണ് കുറച്ചെങ്കിലും കിട്ടുന്നത്. അപ്പം അതെ, ഞാൻ പന്നി ശല്യം പറഞ്ഞില്ലേ, അതെ ഇത് കണ്ടോ, ചീനി മൊത്തം അങ്ങനെ പന്നി കഴിച്ചിട്ട് പോയതാണ് കേട്ടോ. പിന്നെ പന്നിശല്യം അത്രയ്ക്ക് രൂക്ഷമാണ് ഞങ്ങളുടെ നാട്ടിൽ. അപ്പം എന്താ സത്യം പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഒരു ഷെയറിങ് മെൻറ്റാലിറ്റിയിലാണ് ഞങ്ങളുടെ നാട്ടിലിപ്പോൾ ജീവിക്കുന്നത്. അങ്ങനെ ചീനിയൊക്കെ അതുകൊണ്ട് അപ്പം അച്ഛനങ്ങനെ നടലേ ഇല്ല കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ കുറച്ചുള്ളത് പന്നി തിന്നും, ബാക്കി കുറച്ചുള്ളത് എലി തിന്നും, ബാക്കി അവശേഷിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞങ്ങൾ കഴിക്കുന്നത്. പിന്നെ ഇത് കണ്ടോ, പെനറമ്പുളി എന്ന് പറയും. ഇതും അച്ഛൻ അവിടെ 2-3 മൂട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വടക്കംപുളി എന്നെന്തോ പറയാൻ തോന്നുന്നു. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ മീൻപുളി, അതാണ് സംഭവം. അതെ, അവിടെ ആ ബ്ലൂ ഷീറ്റ് ഇട്ടിരിക്കുന്ന ആ ബിൽഡിങ്സ് കണ്ടോ, ഇത് ഞങ്ങളുടെ കൊല്ലം ജില്ലയിൽ ഇഷ്ടംപോലെ കശുവണ്ടി ഫാക്ടറികൾ ഉണ്ടായിരുന്നു കേട്ടോ. അതിലെ ഒന്നാണ് അത്. ഇഷ്ടംപോലെ വനിതകൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്ന ഒരു സ്ഥാപനമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 6-7 വർഷമായിട്ട് എല്ലാം പൂട്ടിക്കിടക്കുകയാണ് കേട്ടോ. ഇപ്പം അത് ഒന്നും പ്രവർത്തിക്കുന്നില്ല. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് അത് കണ്ടപ്പം ഞാൻ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ അയ്യത്ത് ഇതിനു മുമ്പ് ഫുള്ള് റബ്ബറായിരുന്നു കേട്ടോ. അപ്പം ആ റബ്ബർ മുറിച്ച് കഴിഞ്ഞിട്ട് ശ്രീചേട്ടൻ ഇവിടെ റബ്ബർ വെക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അച്ഛൻ രാവിലെ 4 മണിയാകുമ്പോൾ തൊട്ട് തുടങ്ങുക റബ്ബർ വെട്ട്, പാലെടുപ്പ്, ഷീറ്റെടുപ്പ്, അങ്ങനെ ദിവസം മൊത്തവും അതിനകത്താണ്. അതുകൊണ്ട് കുറച്ച് നേരങ്ങൾ റെസ്റ്റ് എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ശ്രീചേട്ടൻ പറഞ്ഞു, ഇനി ഈ അയ്യത്ത് റബ്ബർ മുറിച്ചിട്ട് റബ്ബർ വെക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത് വെച്ചില്ല കേട്ടോ. തെങ്ങോ വാഴയോ എന്തെങ്കിലുമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം ശരിയെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബറായിരുന്നു നല്ലതെന്ന് കേട്ടോ. കാരണം അച്ഛൻ റബ്ബർ ഉണ്ടായിരുന്ന സമയത്ത് ഒന്നുമില്ലെങ്കിൽ ഉച്ചക്കെങ്കിലും ഫ്രീ ആവുമായിരുന്നു. ഇതിപ്പം രാവിലെ തൊട്ട് സന്ധ്യ വരേക്കും ഈ അയ്യത്താണ് കേട്ടോ. ചേന, ചേമ്പ്, കാച്ചില് എന്ന് വേണ്ട. പിന്നെ അയ്യത്ത് ഇഷ്ടം പോലെ കൂവക്കിഴങ്ങുണ്ടായിരുന്നു കേട്ടോ. ഒരു വട്ടവും മറ്റച്ഛൻ വിപണി കൊണ്ട് കൊടുത്തിട്ടുണ്ട് അത്രേ. ബാക്കിയുള്ളതൊക്കെ പന്നി തിന്നിട്ട് പോയി കൂവക്കിഴങ്ങൊക്കെ. അങ്ങനെ കൂവക്കിഴങ്ങൊക്കെ തിന്ന് വളരുന്ന പന്നിയാണ് കേട്ടോ ഞങ്ങളുടെയൊക്കെ നാട്ടിലുള്ളത്. പിന്നെ ചില സമയത്ത് അച്ഛൻ ഈ എന്താ പറയുന്നത്, ഇതിനകത്ത് കിളച്ച് മറിക്കുന്ന കാണുമ്പോഴും ഞങ്ങൾക്ക് തന്നെ തോന്നാറുണ്ട് JCB കൊണ്ടുവന്നാൽ പോലും ഇത്രയ്ക്ക് അങ്ങോട്ട് പറ്റാറില്ല എന്ന് കേട്ടോ. അതുപോലെ അച്ഛൻ അവിടെ കിളച്ച് മറിക്കും. കോഫി ബീൻ, അതിന് ആ വലിയ റോസ്റ്റ് ചെയ്യണം. അത് തന്നെ റോസ്റ്റ് ചെയ്യണം. ഇതിനകത്ത് വരുന്ന കുരുവാണ് അവരെടുത്ത് റോസ്റ്റ്. നമുക്ക് അടുത്ത ഡിസംബർ വരുമ്പോൾ കാണിച്ചു തരാം. അതാണ് റോസ്റ്റ് ചെയ്ത് പൊടിച്ച് നമുക്ക് കാപ്പിപ്പൊടിയായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഈ കാപ്പി മരങ്ങൾ ഉണ്ടെങ്കിലും ഇതിൽ വരുന്ന കായൊക്കെ കാക്കയും കിളിയും തിന്നുന്നതല്ലാതെ ഞങ്ങൾ ആരും ഒന്നും ചെയ്യാറില്ല കേട്ടോ. ഒന്നും ചെയ്യാൻ അറിയത്തില്ല, ചെയ്ത് നോക്കിയിട്ടുമില്ല, അതാണ് വാസ്തവം. അപ്പം അച്ഛൻ പറഞ്ഞു, ഇനി അതിനകത്ത് കാ ഉണ്ടാവുമ്പം അപ്പം പറിച്ചു വെച്ചേക്കാം, മോന് കാണുകയും ചെയ്യാം. ഇനിയിപ്പം നിനക്ക് കാപ്പി ആക്കണമെങ്കിൽ കാപ്പി പൊടിച്ചുണ്ടാക്കുകയും ചെയ്യാന്ന് കേട്ടോ. പിന്നെ ദേ ഈ നിൽക്കുന്ന മരം കണ്ടോ, ഇതിന്റെ പേര് പിസ്താഷ്യൂ എന്നാണ് കേട്ടോ. അപ്പം ഇത് മറ്റേ നോർമൽ പിസ്ത അതല്ല കേട്ടോ. പക്ഷെ പിസ്താഷ്യൂ എന്ന് പേര് വരാൻ
കാരണം ഇതിങ്ങനെ പൊട്ടി താഴെ വീഴും ഇതിന്റെ കായ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇതിന്റെ കായ ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷെ ഇത് എന്താ പറയുന്നത്, കാണുമ്പോൾ നമുക്ക് കൊക്കോക്ക പോലെയാണ് കേട്ടോ വെളിയിൽ നിന്ന് കാണുമ്പോൾ തോന്നുന്നത്. പക്ഷെ അതിനകത്തുള്ള പരിപ്പാണ്, അത് പൊട്ടി തന്നെ താഴെ വീഴും. എന്നിട്ടാണ് കേട്ടോ അത് കഴിക്കുന്നത്. അപ്പം ഞാനിത് നമ്മുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഒന്നും സീസൺ അല്ല കേട്ടോ. എല്ലാം നമ്മൾ തിരിച്ചു വരുമ്പോഴാണ് സീസൺ ആവുന്നത്. അപ്പം ഞാൻ ഈ ചീരയൊക്കെ എടുത്ത് വീട്ടിൽ ചെന്നപ്പോൾ അമ്മ എന്നോടേക്ക് ഇത്ര വലിയ ചീര എവിടെ നീട്ടെന്ന് ഞാൻ പറഞ്ഞ താഴെ അയ്യത്തുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അമ്മ അങ്ങോട്ട് പോയിട്ട് 1 വർഷം ആയതുകൊണ്ട് അമ്മ ചീരയൊന്നും കണ്ടിട്ടേ ഇല്ല കേട്ടോ. അമ്മയ്ക്ക് പേടിയാ അത്ര അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് മാത്രമല്ല കേട്ടോ, ഇനി അവിടെ ഇഷ്ടം പോലെ ചീര നിൽക്കുന്നുണ്ടെന്ന്. പിന്നെ അതെ നമ്മുടെ മതിലിൻ്റെ പണി പാറകെട്ടൊക്കെ നടക്കുകയാണ്. ഇതേണ്ട മഴ പെയ്യും, അതിനകത്ത് വെള്ളം നിറയും കേട്ടോ. അപ്പോൾ അവർ കോരി വെള്ളിക്കളി വീണ്ടും ഒരു പണി തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ അവിടെ വീണ്ടും മഴ പെയ്യും. എൻ്റെ പൊന്നോ, അവിടെ മതിലിൻ്റെ പണി തുടങ്ങിയപ്പോൾ എന്നാ മഴയായിരുന്നറിയും. ഒരു ദിവസം അവർ വെള്ളം കോരുക കളയുക, ഇത് തന്നെയായിരുന്നു അവിടെ പണി. പിന്നെ ഉച്ചക്കത്തേന് വേണ്ടിയിട്ട് നമ്മൾ മീനും ചീനി വേവിച്ചതും ഒക്കെയാണ് കേട്ടോ. എൻ്റെ സച്ചുമോന് ചീനിയും ചക്കയൊക്കെ വേവിക്കുമ്പം അവന് ഉപ്പും മുളക് ഉടയ്ക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അവന് മീനോട് അത്ര വലിയ താല്പര്യമില്ല. അപ്പോൾ അവന് വേണ്ടിയിട്ട് അമ്മ പ്രത്യേകമായിട്ട് ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കണ്ട കേട്ടോ.